ഹലോ, ഞാൻ ധന്യ. വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ ബെയ്റൂട്ട് ബ്രിസ്റ്റോ അല്ലേ, ബ്രിസ്റ്റോ എന്നാണോ എന്തുവാണ്, ബെയ്റൂട്ട് ബിസ്ട്രോ അല്ലേ. ഞാനിപ്പോൾ ആലപ്പുഴയിലുള്ള ബെയ്റൂട്ട് ഒക്കെ തന്നെ പറയാം ബിസ്ട്രോ എന്ന് പറയുന്ന കടയിൽ. ആക്ച്വലി ബേബി ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്വിഗ്ഗി കൂടെയും ഇവിടുന്ന് ഡയറക്റ്റ്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേബി അതിൻ്റെ കവറിൽ വായിച്ചിട്ട് എന്നോട് പറഞ്ഞാണ് ബെയ്റൂട്ട് ബ്രിസ്റ്റോ എന്ന്. പിന്നെ അന്ന് തൊട്ട് എനിക്ക് അത് മാത്രമേ വായു വരത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ബെയ്റൂട്ട് ബിസ്ട്രോ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെയാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന്. അപ്പോൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കാർ ഡൈനിങ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ കാർ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കാർ എടുത്തത്. അപ്പോൾ കാർ എടുത്തപ്പോഴത്തേക്കും ഇത് ഡൈനിങ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൈനിങ് ചെയ്യാം. ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ സൗദിയിൽ നിന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റാതിരുന്നതാണ്. അത് ബ്രെഡ് ബൗൾ സൂപ്പ്. അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ബെയ്റൂട്ടിൽ ബ്രെഡ് ബൗൾ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബേബി ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിഷ് സിസ്ലറാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഓർഡർ എനിക്ക് എന്താണെന്ന് കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. നോക്കട്ടെ ഞാൻ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഇലയിൽ മീൻ പൊള്ളിച്ചു, എന്തോ അങ്ങനത്തെ ഒരു ഇലയിൽ തേങ്ങാപ്പാൽ ഇലയിൽ മെയിൻ തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെക്കാക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ മട്ടൻ്റെ ഏതെങ്കിലും ഡിഷായിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫുഡ് ഞാൻ എന്തോ വാങ്ങിച്ചത്, ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബേബി പാസ്ത വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, I haven't tried pasta. What is that? Oyster sauce rice അല്ലേ? ഓയിസ്റ്റർ സോസിലെ റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ബേബിക്ക് ഇഷ്ടപ്പെട്ട ഡിഷായിരുന്നു. നല്ലായിരുന്നു, നല്ല ചൂടായിട്ട് അല്ലേ? അത് ഞാൻ 3 times വാങ്ങിച്ചിട്ടുണ്ട്. ക്രേസി ഗേൾ. അപ്പം ബേബി അത് 3 times എന്തോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓയിസ്റ്റർ സോസിലുള്ള റൈസ് ഭയങ്കര നല്ല ടേസ്റ്റാണത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം സൂപ്പ് കുടിച്ച് നോക്കാം. ഇവിടുത്തെ കായൽ ചെമ്മീൻ സൂപ്പ് നല്ല എന്നുള്ളത് ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ അതല്ല ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ബ്രെഡ് ബൗളിലുള്ളത് എനിക്കിങ്ങനെ ആ പ്രസൻറ്റേഷൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് നെക്സ്റ്റ് ടൈം നമുക്ക് കായൽ ചെമ്മീൻ സൂപ്പ് ട്രൈ ചെയ്യാമല്ലോ. എൻ്റെ എടുക്കണ്ടേ, ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഫിഷ് മാറ്റി എനിക്ക് അത്ര ഒരു ഷർട്ടില്ല സൈസിൻ്റെയും എന്താ പറയുക ഫ്രഷ്നെസ്സിൻ്റെയും. ഇവർ പറഞ്ഞു ഗുഡാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബീഫ് സ്റ്റീക്ക് വിത്ത് മാഷ്ഡ് പൊട്ടേറ്റോ ആണ് കോണ്ടിനെൻ്റലിലേക്ക് ഒരൊറ്റ ചാട്ടം കൊടുത്തു. കാരണം എനിക്ക് പൊറോട്ട കഴിക്കാൻ മീൻ മാംഗോ കറി ഇപ്പോൾ ഇവിടെ ഇല്ല. അതായിരുന്നു എനിക്കിഷ്ടം. മീൻ മാംഗോ കറിയും പൊട്ടറ്റോ ബീഫ് പൊറോട്ടയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ മീൻ മാങ്ങക്കറി ഇല്ല. ബീഫ് സ്റ്റീക്ക് വിത്ത് മാഷ്ഡ് പൊട്ടേറ്റോ. അപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ഷോട്ട് എല്ലാം ഉണ്ട് അതിൻ്റെ. അപ്പോൾ ബേബി അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഓൾറെഡി ബേബിയുടെ എടുത്തത് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ബീഫ് സ്റ്റീക്ക് വിത്ത് മാഷ്ഡ് പൊട്ടേറ്റോ. പിന്നെ സൂപ്പ് വേണമെങ്കിൽ നമുക്ക് മാഷ്ഡ് പൊട്ടേറ്റോ മാറ്റിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് മാഷ്ഡ് പൊട്ടേറ്റോ. ഇതാ സൂപ്പ്. ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാർ ഡൈനിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്കാണ് ബ്രെഡ് ബൗൾ സൂപ്പ്. ഈ ബ്രെഡ് ഞാൻ തിന്നുമല്ലോ. അപ്പോൾ ഓക്കെ, ഇതാണ് ഞാനിത് ശരിക്കും അന്ന് നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു ബേബി? യോ ബർത്ത്ഡേ സെഞ്ചുറി ക്യുസൈനിൽ പോയപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുന്ന സിഗ്നേച്ചർ ഡിഷാണ് ബ്രെഡ് ബൗൾ സൂപ്പ് എന്ന് പറയുന്നത്. അവിടെ അന്ന് അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ശരിക്കും ഫസ്റ്റ് ടൈം ആണല്ലോ. ഈ ബ്രെഡ് നമുക്ക് ഒന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്, അല്ലെങ്കിൽ തിന്നാവുന്നതാണ്. ഓക്കെ, നമുക്കിത് കുടിച്ച് നോക്കാം. നല്ല ഹോട്ടായിട്ടുണ്ട്. ഇത് ശരിക്കും ക്രീം സൂപ്പാണ് അല്ലേ? ചിക്കൻ ക്രീം സൂപ്പാണ്. അപ്പോൾ ഈ ബ്രെഡ് ബൗളിൽ നിങ്ങൾ സൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ചിക്കൻ ക്രീം മാത്രമേ ഉള്ളൂ അതോ വേറെ? അപ്പോൾ ഈ ബ്രെഡ് ബൗളിലാണെങ്കിൽ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഫ്ലേവറാണ്, ചിക്കൻ ആൻഡ് ക്രീം സൂപ്പാണ് ഉള്ളത്. നമ്മുടെ കിച്ചൺ എന്തായിരുന്നു, മറ്റേ അമേരിക്കൻ കിച്ചൺ അല്ലേ? അവിടുത്തെ അതേ സൂപ്പിൻ്റെ അതേപോലത്തെ ടേസ്റ്റ്. അമേരിക്കൻ കിച്ചൺ അല്ല, സോറി, ഇന്ത്യൻ കിച്ചൺ എക്സ്പ്രസ്. അമേരിക്കൻ കിച്ചൺ എന്താണെന്നറിയോ? കിച്ചൻ്റെ മറ്റേ സിങ്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന കടയായിട്ട്. സോറി, ഇന്ത്യൻ കിച്ചൺ എക്സ്പ്രസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അതിലുള്ള സൂപ്പ് പോലത്തെ തന്നെ ടേസ്റ്റാണ് ചിക്കൻ ക്രീം സൂപ്പ്. എനിക്കിഷ്ടപ്പെട്ട ഒരു കൈൻഡ് ഓഫ് സൂപ്പാണ് ചിക്കൻ ക്രീം സൂപ്പ്. ഗുഡാണ് കേട്ടോ ഇത്. എന്നിട്ട് ബൈ കുടിക്കും. സൂപ്പിനെ എടുത്തായിരുന്നോ നന്നായിട്ട്? സൂപ്പിനെടുത്ത് ബേബിക്ക് മുടി ഫ്രണ്ടിലേക്ക് ഇടുന്നതാണ് നല്ലത്. അല്ല, എപ്പോഴും ഫ്രണ്ട് വേണ്ട. ഇത് കൊള്ളാം. അത്രയ്ക്ക് ചൂടില്ല കേട്ടോ. ഇല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഈ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഇതാവും. ഗുഡാണോ? ഈ ഒരു സൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി രണ്ടുണ്ട്. ഈ എന്താ പറയുക, സൂപ്പ് കുടിക്കുകയും ചെയ്യാം, ബ്രെഡ് കഴിക്കുകയും ചെയ്യും. മെൽറ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് കിട്ടും. അത് ഞാനായിരിക്കും കഴിക്കുന്നത്. നമുക്ക് വേണ്ടി മ്യൂസിക് ഒക്കെ ഓഫ് ചെയ്തു. അതെ, ഇവിടെ നല്ല മ്യൂസിക് ഒക്കെയാണ്. ഞാൻ പിന്നെ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് മ്യൂസിക് ഓഫ് ചെയ്യാൻ അവരോട് റിക്വസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മ്യൂസിക് ഓഫ് ചെയ്ത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫുള്ളൊന്ന് കാണിക്കും. ഇത് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഏകദേശം, അല്ലേ ബേബി? ഇതോ? ഭീമ ജ്വല്ലറി പിച്ചോയർ ജംഗ്ഷനിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. പിച്ചോയർ ജംഗ്ഷൻ എന്നല്ലേ ഇതിന് പറയുന്നത്? അതെ. അല്ല, കേവും ഇതും തൊട്ടടുത്ത കേവ്. ഇത് BSNL ആണോ? BSNL ഓഫീസാണോ ഇത്? BSNL ആണോ? ആ അതെ, BSNL ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, പിച്ചോയർ ജംഗ്ഷനിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. യെസ്, തുടങ്ങിയോ? ഐ എം ഗോയിങ് ടു ഈറ്റ് ഇറ്റ്. അയ്യോ, ഭയങ്കര ക്രസ്റ്റായിട്ടാണ്. റസ്ക് ഇല്ലേ? അല്ല, റസ്കും അല്ല ബ്രെഡും അല്ല. ഇതാരും കഴിക്കാതിരിക്കരുത് കേട്ടോ, ഇതെല്ലാവരും കഴിക്കണം. ബൗളാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ആക്ച്വലി നമ്മൾ ഇൻ്റർനാഷണൽ ബഫേസിലൊക്കെ സൂപ്പ് കുടിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ മെയിനായിട്ട് സൈഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ലെമൺ, ഇതുമാതിരി ടോസ്റ്റഡ് ബ്രെഡ് ക്രസ്റ്റ്, ഇങ്ങനെ അല്ലേ? അല്ലേ ബേബി? അതിങ്ങനെ പ്രൊവൈഡ് ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടാണ് ഈ ഒരു ബൗൾ ഉണ്ടാക്കി. അത് നമുക്ക് കടിച്ചു കഴിക്കാം. പക്ഷേ സൂപ്പ് കുടിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. കംപ്ലൈൻറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനാ ഷോർട്സിലോ who eat better than me. അപ്പോൾ ബേബി എന്തെന്ന് വെച്ചാൽ കുറേ ഭയങ്കര ഫാസ്റ്റായിട്ട് കട്ടക്കട്ടക്കട്ടക്കട്ടെ ഇങ്ങനെ കണ്ടു. അങ്ങനെയല്ല, ഇത് 2 മൂന്നാണ്. അങ്ങനെയല്ല ബേബി. യുമി, ഞാൻ കാണിച്ചു തരാം എൻ്റെ ഷോ. ഇങ്ങോട്ടാ, ഇങ്ങനെ. ലൈക്ക് ദാറ്റ്. ഒന്നുകൂടെ എടുത്ത് one more time please. Like that. 45 minutes എടുക്കും ബേബി. എവിടെ പോയാലും അങ്ങനത്തെ ഒരു ഡിഷ് ഓർഡർ ചെയ്തോളൂ. ഇവിടുത്തെ ബേക്കറിയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ ഇത്? ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ബേബി. ദിസ് പോർഷൻ ഇസ് സോഫ്റ്റ്. Try this. ഞാൻ കഴിച്ചു. Try this. ഇതാണോ ഇഷ്ടം? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ ഒന്ന് വേണ്ട എന്ന് പറയാം. ആ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കത്തില്ല. ഇത് ഫുള്ളും കഴിക്കും. അത് നമ്മളെല്ലാം ഫുഡ് കഴിക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കഴിയുമ്പോൾ പെട്ടെന്ന് തീരും.
കുട്ടികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഹോട്ടലിൽ ഇഷ്ടപ്പെട്ടു. സൂപ്പ് വന്നിട്ട് അതിൻ്റെ പാത്രം കൂടെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോളൂ. സൂപ്പ് എന്നിട്ട് സൂപ്പ് എടുക്കുന്ന പാത്രം കൂടെ കഴിക്കുന്നത് എങ്ങനെ? ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഷോർട്സിനുള്ള ക്രിയേറ്റിംഗ് കൂടെ ഉണ്ട്. അവിടെ അങ്ങനെ പറഞ്ഞു. One more bite. Last. കട്ട്ലറി അവിടെ ഉണ്ട്. സോറി. അപ്പോൾ എൻ്റെ ബീഫ് സ്റ്റീക്ക് വന്നിട്ടുണ്ട്. ബേബിയുടെ ഡിഷ് മിനിമം 45 മിനിറ്റ്സ് എടുക്കുന്ന ഡിഷ് മാത്രമേ ബേബി ഓർഡർ ചെയ്തുള്ളൂ. അങ്ങനത്തെ ക്രേസി ഗേളാണ് ബേബി. ഞാനാണെങ്കിൽ കുഞ്ഞു കുട്ടിയാണ്, പാവമാണ്. ഇതിലെന്തോ പാവം. ഓക്കെ, വീട്ടിൽ വന്നാൽ കാണിച്ചു തരാം. പാവാരാ. അപ്പോൾ നമുക്ക് എന്തായാലും ബേബിയുടെ ഡിഷ് വരുന്നതിന് മുന്നേ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. I'm restless. എനിക്കും വേണം. I'll attack your food. Sorry, you have to wait for your food to taste. വരുന്നുണ്ട് കേട്ടോ. Wow. ഭയങ്കര പച്ചക്കറി ചിക്കലിംഗ് ആണ്. ഇത് കണ്ടോ, ഞാൻ പ്രേരോ പൊട്ടിത്തെറിച്ചിട്ട് മാറുന്നില്ല. ഓക്കെ, സിസ്ലിംഗ് ഫിഷ് വന്നിട്ടുണ്ട്. നീ ഒരു പ്രേതത്തിന്റെ ഫേസ് വെച്ചേ. നല്ല രസമുണ്ട്. മുഴുവൻ പുകയായിട്ടുണ്ട്. സിസ്ലിംഗ് നമ്മുടെ ടേബിളല്ല കേട്ടോ, എല്ലാ ടേബിളിലും പുകയായിട്ടുണ്ട്. ഈ ഡിഷ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ബേബി എന്തായാലും ഞാൻ കഴിച്ചിട്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് ഡൗൺ ആവും. അപ്പോഴേക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ പുക. അപ്പോൾ ഞാനൊരു ഗോസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നമ്മുടെ ബീഫ് സ്റ്റീക്ക് ട്രൈ ചെയ്യും. പൊട്ടിന്റെ കയ്യിലൊന്നും വീഴാതിരുത്താൽ മതി. വീഴുന്നുണ്ടോ? അങ്ങനെ വീഴുന്നുണ്ടോ? ഇത് ടേബിളിൽ മുള്ള വീഴുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഓവർ ഫ്രൈ ആയ പോലെ അല്ലേ? ഓക്കെ, ഞാനിത് ടേസ്റ്റ് ചെയ്യുവാണേ. ടേസ്റ്റ് ചെയ്തിട്ട് പെപ്പർ നന്നായിട്ടിട്ടുണ്ട്. പെപ്പർ സോസാണോ? പെപ്പർ സോസ്. അത് അതിൻ്റെ പുറത്തേക്ക് വീഴുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് വീഴുന്നത് ക്യാബേജ് മാറിപ്പോയിട്ട് കൈ കൊള്ളുമോ? കുറച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാൻ മതിയില്ല. സപ്പോർട്ട് കൊടുക്കാൻ മതിയില്ല. ഇതിവിടെ മുഴുവൻ സൗകര്യമുണ്ടല്ലോ. ആ ഒരു അയണിൻ്റെ ഒരു ഇതിലല്ലേ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല പുകയായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴും മാറും. ഇത്ര കുഴപ്പേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് പെപ്പർ സോസിലാണ് ബീഫ് സ്റ്റീക്ക് എടുത്തിരിക്കുന്നത്. സോ കുറച്ച് കൂളായിട്ട് കേട്ടോ നമുക്ക്. അപ്പോൾ എന്താ പറയുക, പെപ്പർ സോസിലുള്ള ഈ ബീഫ് സ്റ്റീക്ക് സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുക്ക് വെജിറ്റബിൾസ് കുറച്ച് കുറവാണ്. ഓക്സിജനൊന്നും കഴിച്ചത്ര ഇല്ല. കുറച്ച് കുക്ക്ഡ് വെജിറ്റബിൾസ് അല്പമേ ഉള്ളൂ കേട്ടോ. സുക്കീനി. മാഷ് പൊട്ടേറ്റോ എങ്ങനെയുണ്ട്?
മാഷ് പൊട്ടറ്റോ ഒരല്പമാണ് ഉള്ളത്. നല്ല കുറവ് ക്വാണ്ടിറ്റി. മാഷ് പൊട്ടറ്റോ ഒരല്പമേ ഉള്ളൂ. കുക്ക്ഡ് വെജിറ്റബിൾസും കുറവാണ്. മാഷ് പൊട്ടറ്റോ സാധാരണ നന്നായിട്ടുണ്ടാകത്തില്ലേ? നിനക്ക് ഇതിലും ഫ്രഞ്ച് ഫ്രൈസും കുറവാണല്ലോ. ഇങ്ങനെയാണോ ഇവിടെ? ഇവിടെ സൈഡിൻ്റെ ക്വാണ്ടിറ്റി നല്ല കുറവായിട്ടോ. മാഷ് പൊട്ടറ്റോ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷ. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്റ്റീക്ക് ഒക്കെയാണ്. മാഷ് പൊട്ടറ്റോയും സൈഡ് ഡിഷിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചുള്ളൂ. പക്ഷെ ടേസ്റ്റ് സൂപ്പർബാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എടാ ഞാൻ എങ്ങനെ കഴിക്കണം? ഇത് പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കണം. സൂം ചെയ്തേ. ഇപ്പോഴാണ് ഓണായത്. ഇപ്പോഴാണ് എൻ്റെത് ഓണായിരുന്നല്ലോ അല്ലേ ബേബി എടുത്തത്? ആ ഓക്കെ ബേബി കഴിച്ചോളൂ. ബേബിയുടെ ഫിഷ് സിസ്ലർ ഏത് സോസിലാണ്? ലെമൺ ആൻഡ് നോക്കിക്കേ. ലെമൺ ആണോ? നോക്കിക്കേ. ഹോട്ടാണോ? വെയിറ്റ് ആക്കിയിട്ട് കഴിച്ചാൽ മതി. ആണോ? ജസ്റ്റ് ടച്ച് ആക്കാൻ പറ്റത്തില്ല? കൈയോടെ ടച്ച് ചെയ്യണ്ട കേട്ടോ. കുറച്ച് ഹോട്ട്നെസ് കൂടിപ്പോയി. ഒയ്യോ, ടേസ്റ്റ് ആണോ? റിയലി ടേസ്റ്റ് ആണോ? എന്ത് സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? എനിക്കൊന്ന് പെപ്പർ സോസ്. കൈയോട് മുട്ടണ്ട. പെപ്പർ സോസ് തന്നെയാണോ? അല്ലേ? ഇതോ മഷ്റൂം സോസിലെ ഫിഷോ? അവിടെ എല്ലാം വീഴുന്നു. സെയിം ആണോ? അല്ലല്ലോ. ആണോ? മഷ്റൂം സോസിൽ നോർമലി ഫിഷ് ഉണ്ടാക്കുമോ? അതോ പെപ്പർ ആൻഡ് മഷ്റൂം ആണോ ചോദിച്ചാ? മഷ്റൂം ആണോ? എനിക്ക് ആക്ച്വലി ലെമൺ സോസിലാണ് ഇഷ്ടം. ഇതും ഹോട്ട്. അത് ഹോട്ടായിരിക്കും. ഫിഷ് ടേസ്റ്റ് ആണോ? ബാസ ഫിഷ് അപ്പം നല്ല ഫിഷാണ് കേട്ടോ. ഇതും ബാസ ഫിഷിലാണ്. നമ്മൾ ഓക്സിജനിൽ നിന്ന് ട്രൈ ചെയ്തതും ബാസ ഫിഷ് ആയിരുന്നു. ഇതും ബാസ ഫിഷാണ് അല്ലേ? അപ്പോൾ ബേബി ഒരു ഫാനായി മാറിയിരിക്കുകയാണ് ബാസ ഫിഷിൻ്റെ അല്ലേ ബേബി? ഇത് സോസ. അത് കരിഞ്ഞ് പുറത്ത് വീണിട്ട് അതിൻ്റെ പുറത്ത് വീണല്ലേ? ക്യാബേജ് നമുക്ക് കഴിക്കാം. ആർ യു ഓക്കെ വിത്ത് ദിസ് ഫുഡ്? ആ ബേബിക്ക് കോണ്ടിനെൻ്റൽ ആണ് കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാനും എൻ്റെ ഫുഡ് കഴിക്കട്ടെ. അല്ല, എൻ്റെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ടേസ്റ്റ് ചെയ്തില്ലല്ലോ. മാഷ് പൊട്ടറ്റോ ഒരു അല്പമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി കുറവാണ് അല്ലേ? ടേസ്റ്റ് കുറച്ച് ക്രീം കൂടുതൽ ചേർത്തിട്ടുണ്ട് അതിനകത്ത്. Okay, I'll taste your dish, okay? Okay. Baby. Did you like? Baby, ba. കിട്ടുമോ? നമ്മളെ രണ്ടുപേരും കുറച്ച് ബേബി കിട്ടിയോ? ഇപ്പോഴും ഹോട്ടാണോ ബേബി? ഭയങ്കര ഹോട്ട് ഇപ്പോൾ. പോകുന്ന കാണാം പോലെ. പിന്നെ സ്പൂൺ എടുത്ത് എനിക്ക് ഈ സോസും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ ഫിനിഷ് ചെയ്യാറായി. പക്ഷെ ഡൗണിൽ കുറച്ച് എക്സ്ട്രാ ഇന്ത്യൻ കൈൻഡ് ഓഫ് സ്പൈസസ് ഈ സ്റ്റീക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സ്പൈസ് കൂടുതലാണ്. നോർമലി സ്റ്റീക്കിന് അത്രയും സ്പൈസ് വേണ്ട. ഇത് ഇന്ത്യൻ കൈൻഡ് ഓഫ് സ്റ്റീക്ക് ഫ്യൂഷൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇവരല്ലേ? പെപ്പറിൻ്റെയും പിന്നെ ഇന്ത്യൻ കൈൻഡ് ഓഫ് സ്പൈസസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. ഇതാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന ഷെഫ്. ഷെഫിൻ്റെ പേരെന്തോ? ലിജോ എന്നാണ് ഷെഫിൻ്റെ പേര്. നല്ല സ്റ്റീക്കായിരുന്നു. പിന്നെ നമ്മൾ നോർമലി ഞങ്ങൾ സൗദിയിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സ്റ്റീക്ക് ട്രൈ ചെയ്യുമ്പോൾ സ്പൈസ്
ഉണ്ടാവത്തില്ലല്ലോ. ഇല്ല, ഇല്ല, വളരെ ഇല്ല. ലൈറ്റ് ആയിട്ട് Black pepper മാത്രം ഉണ്ടാവും. പെപ്പർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ മാത്രമേ ഉള്ളൂ. ഇവിടെ കുറച്ച് സൗത്ത് ഇന്ത്യൻ സ്പൈസസ്. കാരണം ഇവിടെ മിക്കവർക്കും കുറച്ച് സ്പൈസി കൈൻഡ് അല്ലേ കേരളത്തിൽ നിന്ന് വന്നിട്ട് ട്രൈ ചെയ്യുന്നവർക്ക്. അപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ സ്പൈസ് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? പിന്നെ തീർച്ചയായും. അപ്പൊ ഞാൻ ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നോർമലി കൊടുക്കുന്ന സ്റ്റേക്കിന് ബ്ലാക്ക് പെപ്പർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതെ അതെ. കാരണം ഇവിടെ നമ്മള് ഫ്യൂഷൻ ടച്ച് ആയിട്ട് നമ്മള് ചില്ലി പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒരല്പം ഞാൻ പറഞ്ഞൊരു ഫ്യൂഷൻ കൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഫിഷ് കറക്റ്റ് ഇത് കറക്റ്റ് അത് സ്പൈസ് ഒക്കെ നല്ല കറക്റ്റ് പോണ്ടി സ്റ്റൈലിലായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡ് പിന്നെ എന്താ പറയാ മാഷ്ഡ് പൊട്ടറ്റോ കുറച്ചുകൂടെ ക്രീം കൂടുതലാണ് ചേർക്കുന്നത്. ലൂസായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ച് ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു. പക്ഷെ ലൂസ് കൈൻഡ് ആയിട്ട് തോന്നി. ടേസ്റ്റ് സൂപ്പർ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെന്താ പ്രോപ്പർ ഓതന്റിക് ക്വാണ്ടിറ്റി കൊടുത്താൽ നമ്മൾ ആൾക്കാരെ എത്ര അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ചിലവര് കഴിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്തവരാ, ചിലര് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇത്തിരി കൂടി സ്പൈസി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പ്രോപ്പർ ക്വാണ്ടിറ്റി കണ്ടുകൊണ്ട് നമ്മൾ അതേ രീതിയിൽ സെർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പറയണല്ലേ, അല്ലെങ്കിൽ ചില നമ്മള് ഓർഡർ ചെയ്യാൻ വരുമ്പോഴേക്കും ജസ്റ്റ് ചോദിച്ചാൽ നല്ലതായിരിക്കും. കാരണം നമ്മള് സ്പൈസ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യത്തില്ല. ഇത് എനിക്ക് ഭയങ്കര സ്പൈസ് ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ സ്പൈസ് ഇഷ്ടമില്ലാത്തവർക്കാകുമ്പോ ആ രീതി ചെയ്യാം. എന്തെല്ലാം അറിയാലോ. പക്ഷെ സൂപ്പർ ആയിരുന്നു. മസ്കറ്റിലായിരുന്നു. മസ്കറ്റിലായിരുന്നു അല്ലേ? 14 വർഷം ഉണ്ടായിരുന്നു. ഖത്തറിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അറിയാൻ പറ്റും എങ്ങനെയാ അവർക്ക് ഇഷ്ടം. ഞങ്ങളും അങ്ങനെയാ ജീവിച്ചു. അങ്ങനെ ഹോട്ടലായിരുന്നു. ശങ്കരില്ല വേണ്ട, സൗദിയിലുണ്ട്. ശങ്കരിലുണ്ട്. എന്ത് ഗ്രില്ല? ശങ്കരില്ല. ശങ്കരില്ല ഇല്ല. തപ്പിപ്പിടിച്ച് പോകുന്നവരാ. ഉണ്ടായിരിക്കും, മേ ബി റിയാദിലുണ്ടായിരിക്കും. എവിടെയാ? റിയാദിലല്ലേ? അതെ അതെ. ഇല്ല ഇല്ല, ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അവർക്ക് വേൾഡിലൊരു 160 ഹോട്ടൽസ് ഉണ്ട്. അതെയോ? ഖോബാദമാമിലുണ്ടെങ്കിൽ എന്റെ ചാനലിലുണ്ട്. ഞാൻ ഓൾറെഡി എല്ലാത്തിലും പോയിട്ടുണ്ട്, ചെയ്യാറുണ്ട്. അപ്പം എന്താ സന്തോഷം പരിചയപ്പെട്ടത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ സ്റ്റാഫ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ. നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്താ പറയുക, ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നന്നായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല സ്റ്റാഫാണ്. പേരെന്താന്ന് പറഞ്ഞത്? ആ സ്പെഷ്യൽ നെയിമാണ് കേട്ടോ. നല്ല പേരാണ്. ശരത്ത്. വിനീഷ് ഇവിടുത്തെ ക്യാപ്റ്റനാണ്, റെസ്റ്റോറൻറ്റിന്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫാണ്. നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഇവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനും ഇഷ്ടത്തിനുമുള്ള ഫുഡ് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് ലോബി ഏരിയ അല്ലേ? റൂംസ് AC റൂംസ് 2000 സ്റ്റാർട്ടിംഗ് 2799 plus tax. 2007. ഓക്കെ. അപ്പോൾ അതിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണല്ലേ? ഡബിൾ സിംഗിൾ റൂം ആണെങ്കിൽ ഇതല്ലേ പ്ലസ് ടാക്സ്? ഓ, ഇതാണ് ഇവിടെ താരിഫ്. സൂട്ട് റൂം, പ്രീമിയം, ക്ലബ്, സ്റ്റുഡിയോ. എല്ലാ കാറ്റഗറി റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്കത് അറിയില്ലായിരുന്നു. ഓക്കെ. പിന്നെ റെസ്റ്റോറൻറ്റ് ഓൾറെഡി മൾട്ടി ക്യൂസൈൻ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെയാണ് അല്ലേ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് 2500 പ്ലസ് ടാക്സ് വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് നല്ലൊരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് ബെയ്റൂട്ട് ബിസ്ട്രോ. Times Square is about Times Square. Times Square എന്നാണോ? Times Square. ഹോട്ടൽ ഓക്കെ. ബെയ്റൂട്ട് ബിസ്ട്രോ എന്നുള്ളത് റെസ്റ്റോറൻറ്റ് നെയിമാണ്. ടൈംസ് സ്ക്വയർ എന്നുള്ളതാണ് ഹോട്ടൽ നെയിം. ഡിഫറെന്റ് നെയിം അല്ലേ? അതും പുതിയൊരു അറിവാണ്. അപ്പോൾ ടൈംസ് സ്ക്വയർ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ടൈംസ് സ്ക്വയർ ആണ്. അപ്പോൾ വെബ്സൈറ്റിലൂടെ നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൂംസ് വേണ്ടവർ ടൈംസ് സ്ക്വയർ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടാണ് റൂംസ് ബുക്ക് ചെയ്യേണ്ടത്. താങ്ക് യു. ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവിടെ. അല്ല കാർഡാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതല്ലേ ഫസ്റ്റ് നമ്പർ?
ഈ നമ്പറാണ് നിഷാദ് പോട്ടെ. അപ്പം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. എന്താ പറയുക, എനിക്ക് സ്റ്റീക്കിനെ പറ്റി പറയാനുള്ള കുറച്ച് സ്പൈസ് കൂടുതലാണ്. നോർമലി എന്തായിരുന്നു സ്പൈസിയസ്റ്റ്. അപ്പോൾ സ്റ്റീക്കിന് അല്പം സ്പൈസ് കൂടുതലായിരുന്നു. നോർമലി നമുക്ക് സ്റ്റീക്കിന് അത്ര സ്പൈസി വേണ്ട. അപ്പം ഞാൻ സ്പൈസി എന്നൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ ഇവിടുത്തെ നോർമൽ സ്റ്റീക്ക് കുറച്ച് സ്പൈസിയാണ്. കറക്റ്റ് എന്താ പറയുക, ഞാൻ മീഡിയം മോഡ് ഓഫ് കുക്കിങ്ങാണ് പറഞ്ഞത്. മീഡിയം തന്നെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ മാഷ്ഡ് പൊട്ടറ്റോയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൈഡ് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് സൂപ്പർബാണ്. സ്പൈസി ആയിട്ട് സ്റ്റീക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റീക്കാണ് ഇവിടെ ഉള്ളത്. സ്പൈസി വേണമെന്നുണ്ട്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി സ്പൈസി ആക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പൈസി ആക്കാതെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബേബിയുടെ ഡിഷ് സൂപ്പർബായിരുന്നു. ഒന്നും വേറെ അങ്ങനെ ഒരു അഭിപ്രായം, വേറൊരു മറിച്ചൊരു അഭിപ്രായം ഇല്ലല്ലേ? ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ഫിഷിൻ്റെ ഡിഷ് ഒരു പീസ് ഇവിടെ ഇരിക്കുന്നു കേട്ടോ ബേബി, അതിന് മറയത്ത് ഇപ്പോഴാണ് കണ്ടത്. പിന്നെ ബേബിയുടെ ഡിഷ് നല്ലതായിരുന്നു. അല്ല ഇവിടെ വേസ്റ്റ് ആക്കണ്ട. ബാസ ഫിഷ് അല്ലേ, ബാസ ഫിഷ് പിണങ്ങിയാലോ. അപ്പോൾ നല്ല ഡിഷായിരുന്നു കേട്ടോ, ടേസ്റ്റ് സൂപ്പർബാണ്. അപ്പോൾ ഓക്കെ, ആർക്കെങ്കിലും ഈ ഒരു ബെയ്റൂട്ട് ബിസ്ട്രോയിൽ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്റ്റീക്ക് കഴിക്കും. പിന്നെ ഇവിടുത്തെ ഓയിസ്റ്റർ റൈസ് നല്ലതാണ്, ബീഫ് ഫ്രൈ നല്ലതാണ്, പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇവിടെ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ട് അവർ ഓഫ് ചെയ്തതാണ്. മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന് ആലപ്പുഴ വരുമ്പോൾ എന്താ പറയുക, കോണ്ടിനെൻ്റൽ ഡിഷസും പിന്നെ സൗത്ത് ഇന്ത്യൻ ഡിഷസും കുറച്ച് അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെയുള്ള ഡിഷസ് ഇവിടെ മീൽസൊക്കെ, സൗത്ത് ഇന്ത്യൻ ഡിഷസ് മീൽസൊക്കെ ഉണ്ട്. ഫുൾ സ്വിങ്ങിൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവാത്തതുകൊണ്ടാണ്, ആയി വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ മീൽസൊന്നും ഇല്ലാത്തത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട് ഇനി മീൽസും ചെമ്മീൻ സൂപ്പും കുടിക്കുന്നതായിരിക്കും. ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് അല്ലേ? ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത് നമുക്ക് ഈ ഒരു മെനു എടുത്തോണ്ട് പോവാം ഇവിടുന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി ഡിസിഷനൊക്കെ എടുത്തിട്ട് വരാവുന്നതാണ്. റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ എന്ത് അടുത്തത് ഓർഡർ ചെയ്യണം, നമുക്കിത് തരുന്നു. മെനു ആണ്. ചെറിയ മഴ ഉണ്ടല്ലേ?